ആദ്യം തന്നെ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ദിയ മരിയ ക്രിസ്റ്റോ, കോട്ടയം ജില്ലയിലെ സെൻറ്റ് പോൾസ് വെട്ടിമുകൾ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ MSW കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ എനിക്ക് കോളേജിലൊരു ഇൻ്റർവ്യൂ വരികയും അവിടെ വേറൊരു കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ജോയിൻ ചെയ്യേണ്ട കറക്റ്റ് ടൈം ആയപ്പോഴേക്കും എൻ്റെ കാലിലൊരു ഗ്ലാസ് കുത്തി കയറുകയും 9 സ്റ്റിച്ച് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരുപാട് ആ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴേക്കും ഒരുപാട് വിഷമമായെങ്കിലും ഞാൻ എന്നെ തന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഓക്കെ, ഇതിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി ആയിരിക്കും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴേക്കും ഞാൻ 2019 ഉടമ്പടി എടുത്തിരുന്നത്. പക്ഷെ അതിനുശേഷം ആദ്യമൊക്കെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പാലിക്കുമായിരുന്നെങ്കിലും പിന്നീട് ഞാൻ ഉഴപ്പിപ്പോയി. കാര്യങ്ങളൊന്നും നല്ലപോലെ പാലിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ 2024 ഡിസംബറിൽ ഞാൻ പിന്നെയും എൻ്റെ ഉടമ്പടി പുതുക്കുകയും അതിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും ജപമാല ചൊല്ലുകയും കറക്റ്റായിട്ട് എല്ലാ പ്രാർത്ഥനകളും രാവിലെ 5:30-ക്കും വൈകുന്നേരവും എല്ലാം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അന്നേരം എല്ലാം പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ അടുത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അതിനിടയ്ക്കും നെറ്റ് എക്സാം എഴുതാം എന്നുള്ളൊരു ആശയം എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ എന്നാലും അതിനുള്ള ടൈം, ഇനി പഠിക്കാനുള്ള ടൈമില്ല. അതുമാത്രമല്ല, ഒരു വർഷമൊക്കെ കുത്തിയിരുന്ന് പഠിച്ചിട്ടും കിട്ടാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് ഞാൻ വെച്ചു. അതിനുശേഷം പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് നെറ്റ് എക്സാം എഴുതുക എന്നുള്ളൊരു സംഭവം തന്നെ എൻ്റെ ഉള്ളിൽ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ നെറ്റ് എക്സാമിന് പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഡേറ്റിൻ്റെ തലേദിവസം ഞാനിവിടെ വരികയും കൃപാസനത്തിൽ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം കാശുരൂപം കൊണ്ട് ഞാൻ എക്സാമിന് പോയി. ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പോയി എക്സാം എഴുതുകയും ചെയ്തു. ഞാൻ എക്സാം എഴുതിയ സിസ്റ്റത്തിൽ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ നിന്ന് എടുത്തിട്ട് പുരട്ടുകയും ചെയ്തു, കുരിശ് വരയ്ക്കുകയും എന്നിട്ട് എക്സാം കുഴപ്പമില്ലാതെ എഴുതുകയും ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് എക്സാം കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ എനിക്ക് അത്ര വലിയ ഉറപ്പില്ല. എന്നാലും ഞാൻ ക്വസ്റ്റ്യനും ആൻസർ കീയും കാര്യങ്ങളും എല്ലാം, ആൻസർ കീ അല്ല, ഞാൻ ഏത് ആൻസറാണോ ടൈപ്പ് ചെയ്തത് ആ ആൻസറും ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റിൽ ഞാൻ നോക്കിയപ്പം മാർക്കും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കിയപ്പം എനിക്ക് കോളേജിൽ പഠിപ്പിക്കാൻ കയറാൻ വേണ്ടി, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയുള്ള മാർക്ക് ഒത്തു വരുന്നില്ലായിരുന്നു. പക്ഷേ എന്നാലും വീട്ടുകാർ അത്രയും പ്രതീക്ഷയോട് നിൽക്കുമ്പോൾ എനിക്ക് അവരുടെ പ്രതീക്ഷ കെടുത്താനും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും ഒരു ദിവസം രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, എന്തെങ്കിലും അടയാളം എനിക്ക് തരണേ, എനിക്കിപ്പോൾ എക്സാം പാസ്സാവും എന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ബൈബിള് വായിച്ചു. വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി 3 വട്ടം ബൈബിള് വായിച്ചിട്ടും പക്ഷേ എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യം കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ബൈബിളിൽ അങ്ങനെ റിലേറ്റബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അതെനിക്ക് ഗ്രഹിക്കാത്തതായിരിക്കാം. പക്ഷെ അതിനുശേഷം എനിക്കൊരു നിരാശ തോന്നി. കിട്ടിയില്ലല്ലോ, ദൈവം എൻ്റെ അടുത്ത്, മാതാവ് എൻ്റെ അടുത്ത് സംസാരിച്ചില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് വരികയും അങ്ങനെ പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുമായിരുന്നു. ഒരു രാവിലെ 5:30 ആകുമ്പം പ്രാർത്ഥനയ്ക്ക് ശേഷം നടക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം നടക്കാൻ പോയപ്പം വഴിയുടെ പകുതിക്ക് വരെ എത്തിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വരുവാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, മുല്ലപ്പൂ വരുന്നത് മാതാവിൻ്റെ ആണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ എനിക്ക് അന്നേരം വല്ലാതെ കരച്ചിൽ വന്നു. എൻ്റെ അടുത്ത് മാതാവ് വരുമെന്ന് ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അന്നേരം അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വന്നപ്പോൾ സാധാരണ എല്ലാവരും സന്തോഷം, പക്ഷെ എനിക്ക് കരച്ചിൽ വന്നു, എനിക്ക് വല്ലാണ്ട് പേടി വന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ അന്നേരം എനിക്കൊരു വിശ്വാസം വന്നു, ഓക്കെ എനിക്ക് നെറ്റ് കിട്ടുമായിരിക്കും എന്നെൻ്റെ വീട്ടുകാരുടെ പ്രതീക്ഷയെ ഞാൻ അങ്ങനെ കളയാനൊന്നും പോയില്ല. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഞാൻ നെറ്റ് എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇതാണ് എൻ്റെ ലൈഫിൽ നടന്ന മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ഇടപെടൽ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്നുള്ള പത്രം ആളുകളിലേക്ക് എത്തിക്കുകയും അതുമാത്രമല്ല ഇവിടുത്തെ ഓരോ ആരാധനാ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യം പറയുവാണെങ്കിൽ എനിക്ക്
പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും പിന്നെ കുമ്പസാരമൊക്കെ ഒത്തിരി മാസങ്ങൾ കൂടിയിരുന്ന് കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. 74-ാം സങ്കീർത്തനം 28-ാം തിരുവചനം പറയുന്നു, എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. ഇപ്പോൾ നമുക്ക് ഈ സഹോദരിയെ ഒരു പ്രൊഫസർ എന്ന് വിളിക്കാം. ദിയ മരിയയുടെ വലിയ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയും ഈശോയും അവൾക്ക് സാമീപ്യം നൽകിയ വലിയ സാക്ഷ്യമാണ് നമ്മുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്തത്. ഈശോയ്ക്ക് വേണ്ടി വലിയ സന്തോഷത്തോടെ ഈ സാക്ഷ്യം പറയുമ്പോൾ സഹോദരിയുടെ ജീവിതത്തിൻ്റെ വ്യതിചലനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കെന്ത് സംഭവിക്കും? അങ്ങനെ തൻ്റെ ബുദ്ധിയിലും MSW പഠിച്ച് പാസ്സായ മകൾ ആ സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ അങ്ങനെയാണെന്ന് സഹോദരി തിരിച്ചറിയുകയാണ്. MSW പഠിച്ച് ഞാൻ ഇനി എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് വ്യക്തമാവുന്നില്ലല്ലോ. ആ സമയത്ത് സഹോദരിക്കൊരു എക്സാം പാസ്സാവണമായിരുന്നു. ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ചില്ല് കാലിൽ കയറി സ്റ്റിച്ചിട്ട് റെസ്റ്റിലായിരുന്ന സമയത്താണ് ജോയിൻ ചെയ്യേണ്ടിയിരുന്നത്. അവിടെ ഒരു തടസ്സം നേരിട്ടപ്പോൾ സഹോദരി ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ എനിക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കാൻ പോകുന്നു, ഒരു വലിയ അനുഗ്രഹം തരാൻ വേണ്ടിയാണ് എനിക്കൊരു ചെറിയ മുറിവ് എൻ്റെ കാലിൽ നൽകിയിരിക്കുന്നതെന്ന് അടിയുറച്ച് വിശ്വസിച്ചു. അങ്ങനെ സഹോദരി ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ നെറ്റ് എക്സാം എഴുതി. നെറ്റ് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. മാതാവേ, വചനത്തിലൂടെ അങ്ങ് എന്തുകൊണ്ട് എനിക്കൊരു ആശ്വാസം തരുന്നില്ല, എന്നോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് വളരെ സങ്കടത്തോടുകൂടി ചോദിച്ച് യാത്രയിൽ നടന്നു പോകുമ്പോഴുണ്ടായിരുന്ന ഏകാന്തതയിൽ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ചു. തനിക്ക് നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിച്ചപ്പോൾ സന്തോഷിക്കുന്നതിന് പകരം സങ്കടം വന്നു എന്ന് പറയുന്നു, കരച്ചിൽ വന്നു എന്ന് പറയുന്നു. ആനന്ദാശ്രു ആയിരിക്കാം അതൊരു സങ്കടം കണ്ണുനീര് പല വിധത്തിലാണല്ലോ. നമ്മൾ ഇവിടെ തന്നെ പലരും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അശ്രുക്കളാണ് അത് പൊഴിയുന്നത്. അതെല്ലാം ഈശോയുടെ കാൽപാദത്തിലേക്കാണത് വീഴുന്നതെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ സഹോദരിയുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് അവിടെ ഉണ്ടാവുകയായിരുന്നു. നെറ്റ് എക്സാം പാസ്സായി. തനിക്ക് എപ്പോഴും സംശയമായിരുന്നു എങ്ങനെയായിരിക്കും ആ സ്കോറ്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ വലിയൊരു അനുഗ്രഹം സഹോദരി പ്രതീക്ഷിച്ചിരുന്നത് പോലെ, സഹോദരി വെയിറ്റ് ചെയ്തിരുന്നത് പോലെ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറായി നിയമിക്കപ്പെട്ടു. ജോസഫ് അച്ഛൻ പറയാറുണ്ടല്ലോ, ഈശോ പരിശുദ്ധ അമ്മ മൗനമായിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹം വളരെ വലുതായിരിക്കും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ വലിയ അനുഗ്രഹം ലഭിക്കാൻ പോവുകയാണ് എന്ന് അച്ഛൻ ജോസഫ് അച്ഛൻ നമ്മളോട് എപ്പോഴും ഇടയ്ക്കിടെ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ. അതുതന്നെയാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. സഹോദരി വെയിറ്റ് ചെയ്തു, ക്ഷമ എന്താണെന്ന് പഠിച്ചു. ഇനി തൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഈശോയെ പ്രഘോഷിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. താനുമായി ഇടപെടുന്നവരിലെല്ലാം ഈശോയെ പ്രഘോഷിക്കുവാനും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം എങ്ങനെയാണ് എനിക്ക് ലഭിച്ചതെന്ന് മറ്റുള്ളവരോട് ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറാകുമ്പോൾ വളരെയധികം ഓപ്പർച്യൂണിറ്റികളാണ് തൻ്റെ സുവിശേഷ വേല ചെയ്യുവാനായി തനിക്ക് യൂത്തിൻ്റെ അടുത്ത് ചെയ്യാനുള്ള വലിയ സാഹചര്യമാണ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി ഈ സഹോദരിയുടെ സാക്ഷ്യത്തിന് നമുക്ക് വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.